ചിലപ്പോൾ പലരും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവായിരിക്കും, ചിലർക്കൊക്കെ അനുഭവിച്ചിട്ടുള്ളവരും ഉണ്ടാവും. അതായത് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോകുന്ന ഒരവസ്ഥ. എന്നാൽ നമുക്ക് ചുറ്റും അവെയർ ആയിരിക്കും, നമ്മുടെ ബോഡി മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ പലതരത്തിലുള്ള സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ടാവും, രൂപങ്ങൾ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റിൽ ആരോ കയറിയിരിക്കുന്ന പോലത്തെ ഫീലോ, അല്ലെങ്കിൽ ശ്വാസം എടുക്കാനൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നതോ, ഇനിയിപ്പോൾ അതോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറക്കുന്ന രീതിയിലുള്ള ഫീലൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്നത്. എൻ്റെ പേര് ഹർഷ ഫാത്തിമ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, ഹെലൻ ഹാപ്പിനെസ്. നമ്മൾ ഇന്ന് സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ പറ്റിയിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥ ഒരു ചെറിയ ചില സെക്കൻഡ്സ് മുതൽ മിനിറ്റ്സ് വരെയൊക്കെയാണ് നീണ്ടു നിൽക്കാറുള്ളത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു 50% മുതൽ 60% വരെ ആളുകളിൽ ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് റിസർച്ചൊക്കെ പറയുന്നത്. ഇനി നമുക്ക് പ്രധാനമായിട്ടും സ്ലീപ്പ് പാരാലിസിസ് വരാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. REM സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, നമുക്കതിനെ ഡ്രീമിങ് സ്റ്റേജ് എന്നൊക്കെ പറയാം. ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ സ്വപ്നങ്ങളൊക്കെ കാണാറുള്ളത്. ഈ ഒരു സമയത്ത് നമ്മുടെ ബോഡി നാച്ചുറലി പാരലൈസ്ഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക, നമ്മുടെ ബോഡി അനക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഈ ഒരു സമയത്ത് നമ്മൾ ഉണർന്നു പോകുമ്പോൾ തന്നെ നമ്മുടെ ബോഡി ലോക്കായിരിക്കും, പക്ഷെങ്കിൽ നമുക്ക് കോൺഷ്യസ്ലി ചുറ്റുമുള്ള കാര്യങ്ങൾ സറൗണ്ടിങ്ങിനെ പറ്റിയൊക്കെ അവെയർ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമും ആയിരിക്കും. ഈ ഒരു കണ്ടീഷൻ കൊണ്ടാണ് നമുക്ക് ആ ഒരു ടൈമിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവുക. അതായത് ഉണർന്നു പോയിട്ടുണ്ടാവും, പക്ഷെങ്കിൽ നമ്മുടെ ബോഡി ലോക്കായിട്ട് അനക്കാൻ പറ്റാതെയോ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാതെയോ ഒക്കെ തോന്നുന്നത്, പക്ഷെങ്കിൽ നമുക്ക് ചുറ്റുപാടും കാണാനും ഒക്കെ സാധിക്കുകയും ചെയ്യുന്നുണ്ടാവും. മെയിനായിട്ട് ഒരു സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഒക്കെ കൊണ്ടാണ് ഇത് വരുന്നത്, അല്ലെങ്കിൽ ആൻസൈറ്റി, സ്ട്രെസ് ഉള്ളവരിൽ ഇത് കാണാറുണ്ട്. ഇനിയിപ്പോൾ മറ്റ് ചില പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ ഒരു കറക്റ്റായിട്ടുള്ള സ്ലീപ്പ് പാറ്റേൺ കീപ്പ് ചെയ്യാത്തവർ, ഇപ്പോൾ ജോലിയുടെ കാരണങ്ങൾ കൊണ്ടോ ഷിഫ്റ്റ്സ് മാറിയെടുക്കുന്ന കാരണങ്ങൾ കൊണ്ടോ പല കാരണങ്ങൾ കൊണ്ടും റെഗുലറായിട്ട് ഒരു സ്ലീപ്പ് പാറ്റേൺ ഫോളോ ചെയ്ത് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അവരിലും ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ സ്ലീപ്പ് പാരാലിസിസ് എന്ന ഒരു അവസ്ഥയിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു മോശമായ രീതിയിലായിരിക്കും എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അതായത് ചില രൂപങ്ങൾ കാണുന്ന പോലെ തോന്നുന്നുണ്ടാവും, അല്ലെങ്കിൽ സൗണ്ട് കേൾക്കുന്നത് പോലെ തോന്നുന്നുണ്ടാവും. ഇതൊക്കെ ഈ ഒരു ടൈമിൽ ഹാലൂസിനേഷൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. പലതരത്തിലുള്ള ഹാലൂസിനേഷൻസ് ആയിരിക്കും ഓരോരുത്തർക്കും ഈ ഒരു സാഹചര്യത്തിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ ഒന്ന് നോക്കുകയാണെങ്കിൽ ഇൻട്രൂഡഡ് ഹാലൂസിനേഷൻ എന്ന് പറയും. അതായത് നമുക്ക് ചുറ്റും എന്തെങ്കിലും ഉള്ള പോലെ, അല്ലെങ്കിൽ മനുഷ്യരായിട്ടോ അല്ലെങ്കിൽ ചിലർക്കൊക്കെ അത് പ്രേതമായിട്ടായിരിക്കും എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നതായിട്ടോ നമ്മളെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നതായിട്ടോ ഒക്കെ തോന്നുന്ന സാഹചര്യങ്ങൾ കണ്ടുവരാറുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള മെയിനായിട്ടുള്ള ഒരു കാരണം നോക്കുകയാണെങ്കിൽ നമ്മുടെ അമിഗ്ഡാല, ഫിയർ സെൻറ്റർ എന്ന് പറയും. ഈ ഒരു ഭാഗം REM സ്ലീപ്പിൻ്റെ സമയത്ത് ആക്റ്റീവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള, നമ്മൾ REM സ്ലീപ്പിൽ ഉണരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള എന്തെങ്കിലും സൗണ്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും രൂപങ്ങളോ ഒക്കെ ഒരു ത്രെട്ടായിട്ടായിരിക്കും ഈ ഒരു ഭാഗം പെർസീവ് ചെയ്യുക. അതാണ് നമുക്ക് ആ ഒരു സമയത്ത് എന്തെങ്കിലും ചെറിയ രൂപം കാണുമ്പോൾ അതൊരു പ്രേതമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരം കേൾക്കുമ്പോൾ അത് മോശമായ രീതിയിൽ തന്നെ ഉപദ്രവിക്കാൻ ആരെങ്കിലും വരുന്ന രീതിയിലൊക്കെ തോന്നുന്നത് ഇതുകൊണ്ടാണ്. മറ്റൊരു ഹാലൂസിനേഷൻ്റെ ടൈപ്പ് നോക്കുകയാണെങ്കിൽ ഇൻക്യൂബസ് ഹാലൂസിനേഷൻ. അതായത് ചിലരൊക്കെ പറഞ്ഞു കേൾക്കാറുള്ളത് ശ്വാസം എടുക്കാനൊക്കെ വല്ലാത്ത പ്രയാസം തോന്നുന്നുണ്ട് എന്നൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നെഞ്ഞത്ത് ചെസ്റ്റിൽ ആരെങ്കിലും കയറിയിരിക്കുന്ന പോലത്തെ ഒരു ഫീല് വരുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. ഇതിൻ്റെ കാരണം എന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ REM സ്ലീപ്പിൻ്റെ ടൈമിൽ നമ്മുടെ ബ്രീത്തിങ് പാറ്റേൺ ഓൾറെഡി ഒരു ഇറഗുലർ ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ആ ഒരു സമയത്ത് നമ്മൾ ഉണരുമ്പോൾ ആ ഒരു ഇറഗുലർ പാറ്റേണിനെ നമ്മുടെ ബ്രെയിൻ ഇൻട്രപ്റ്റ് ചെയ്യുന്നത് ആ ഒരു രീതിയിലായിരിക്കും. കൂടാതെ നമുക്ക് വല്ലാതെ ശ്വാസം എടുക്കാൻ പ്രയാസപ്പെടുന്ന പോലെയൊക്കെ ആയിരിക്കും ആ സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. ഇനി മറ്റൊരു തരത്തിലുള്ള ഹാലൂസിനേഷൻ നോക്കുകയാണെങ്കിൽ വെസ്റ്റിബുലാർ മോട്ടോർ ഹാലൂസിനേഷൻ. ഈ ഒരു സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക നമ്മൾ പറക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മുടെ റൂമിൽ ഫുള്ള് പറക്കുന്ന രീതിയിലോ ബെഡിൻ്റെ മുകളിൽ പൊന്തി കിടക്കുന്ന രീതിയിലോ ഒക്കെ തോന്നുന്നവരുണ്ടാവും. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെസ്റ്റിബുലാർ സിസ്റ്റം ഈ ഒരു ടൈമിൽ ആക്റ്റീവായിരിക്കും, REM സ്ലീപ്പിൻ്റെ ടൈമിൽ ആക്റ്റീവായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സമയത്തിൽ ഇത്തരത്തിലുള്ള തോന്നലുകൾ ഉണ്ടാവുന്നത്. ഇനി മറ്റു പല ഹാലൂസിനേഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക്
നമുക്ക് ഓഡിറ്ററി എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്ന രീതിയിലുള്ള ഹാലൂസിനേഷൻസ് വരാം, അല്ലെങ്കിൽ ടാക്റ്റൈൽ ആരെങ്കിലും ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഹാലൂസിനേഷൻസ് വരുന്നതായിട്ട് പറയാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്മെല്ല് ചെയ്യുന്ന രീതിയിലുള്ള ഹാലൂസിനേഷൻസ് ഒക്കെ ഈ ടൈമിൽ ഉണ്ടാവുന്നത് കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. ഇനി ഇതുകൊണ്ട് നമുക്ക് മേജറായിട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത ഫിയർ, ആൻസൈറ്റി, ഉറങ്ങാൻ തന്നെ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്ന സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട്. അതായത് ഈ ഒരു കാര്യം പിന്നെയും സംഭവിക്കുമോ, അല്ലെങ്കിൽ ഇതൊരു മോശമായ രീതിയിൽ അനുഭവമൊക്കെയാണ് ചിലവർക്ക് ഇത് ഉണ്ടാവുക, വല്ലാതെ പേടിച്ചു പോകുന്നവരൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം ഇനി വരുമോ എന്നുള്ള പേടിയോണ്ട് ഉറങ്ങാൻ തന്നെ ഭയക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടാവാറുണ്ട്. ഇതുകൊണ്ട് വരുന്ന മറ്റൊരു ബുദ്ധിമുട്ട് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥ കാരണം തന്നെ ആൻസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ ഇതുപോലുള്ള അവസ്ഥകളിലോട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. ഇതുകൊണ്ടൊക്കെ തന്നെ ഉറക്ക സംബന്ധമായ പല പ്രശ്നങ്ങളിലോട്ടും എത്തിപ്പെടുന്നവരും ഉണ്ടാവും. ഇനി മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ സോഷ്യലി ഇവർക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പം മറ്റുള്ള ഒരാളോട് ഇതിനെ പറ്റിയിട്ട് തൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് തുറന്നു പറയാൻ ഭയപ്പെടുന്നവരുണ്ടാവും. അവരെന്നെ ജഡ്ജ് ചെയ്യുമോ, അല്ലെങ്കിൽ അവരെന്നെ ഏത് രീതിയിലാണ് കാണുക എന്നുള്ള ഭയം കൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കാൻ വരെ പേടിയുള്ളവരെയും കാണാറുണ്ട്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്